മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ഇതില് ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് പെരുമാറ്റച്ചട്ട ലംഘനമാണ്. എന്നാൽ തെരഞ്ഞെടുപ്പിന് നിലവിൽ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികൾ പറയുന്നതും സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ വിശദീകരിക്കുന്നതും ആ മന്ത്രിസഭയിലെ ഒരു അംഗം എന്നുള്ള നിലയിൽ ഒരു പ്രധാന ഉത്തരവാദിത്തമായി കാണുകയാണ്. അതിനിയും പറയുക തന്നെ ചെയ്യും. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി കുടുംബയോഗങ്ങളിലും പൊതുയോഗങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ സർക്കാരിൻ്റെ നേട്ടങ്ങൾ, കേരളത്തിലാകെയുള്ള കാര്യങ്ങൾ, വിവിധ വകുപ്പുകൾ നടത്തിയ ഇടപെടലുകൾ, കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലം അതുപോലെ വടകര പാർലമെൻറ്റ് മണ്ഡലം അവിടങ്ങളിൽ പ്രത്യേകം നടത്തിയ ഇടപെടലുകൾ, ഇതൊക്കെ അതാത് സ്ഥലങ്ങളിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതിനിയും പറയുക തന്നെ ചെയ്യും. UDF-നെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് 15 വർഷത്തെ ഇവിടുത്തെ MP-യുടെ വികസനവുമായി ബന്ധപ്പെട്ട ഇടപെടലുകളിൽ ദയനീയ പരാജയമാണെന്നുള്ള പൊതുവെ ചർച്ചയുണ്ട്. തെരഞ്ഞെടുപ്പിൽ പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്ന പ്രശ്നമാണ്. അപ്പോൾ വികസന കാര്യങ്ങളിലൊന്നും പറയാനില്ലാത്തവർ, വികസന പ്രവർത്തനങ്ങൾ നടത്തിയവർ പറയുമ്പോൾ അതിൽ ആകെ ബേജാറായിട്ടൊരു കാര്യമില്ല. ഇപ്പോൾ കോഴിക്കോട് ഒരു സ്റ്റേഡിയം എന്നുള്ളത് നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ട കാര്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് മന്ത്രി ശ്രീ അബ്ദുറഹ്മാനും ഞാനും തന്നെ പങ്കെടുത്തുകൊണ്ട് യോഗങ്ങളും നടന്ന കാര്യമാണ്. അതൊരു പുതിയ കാര്യമല്ല. അത് സംസാരം നടക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇതൊരു പുതിയ കാര്യമല്ല, നേരത്തെ പ്രഖ്യാപിച്ചാണ്. അത് ജനങ്ങൾക്ക് വലിയ സന്തോഷമുള്ള കാര്യം. ഒരു സ്റ്റേഡിയം കോഴിക്കോട് നല്ലതൊന്ന് വരിക എന്നുള്ളത് നാടിന് വേറെ സന്തോഷമുള്ള കാര്യമാണ്. എന്നാൽ അങ്ങനെ ഒരു സ്റ്റേഡിയം വരുന്നത് തടയുക അല്ലെങ്കിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ള ശ്രമം ആര് നടത്തിയാലും അത് വിലപ്പോവില്ല. ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ച സ്റ്റേഡിയം കോഴിക്കോട് കൊണ്ടുവരിക തന്നെ ചെയ്യും. അതിനെല്ലാ നിലയിലുള്ള ഇടപെടലും നടത്തും. ഇപ്പോൾ ഇങ്ങനെയൊരു വാർത്ത പുറത്തു വന്നതിന് ശേഷം കായിക പ്രേമികൾ പല ഭാഗങ്ങളിൽ നിന്നും വിളിക്കുന്നുണ്ട്. അല്ല, നേരത്തെ പ്രഖ്യാപിച്ച സ്റ്റേഡിയം ഇനി എന്തെങ്കിലും തടസ്സം വരുമോ, നഷ്ടം വരുമോ? സർക്കാർ അതിന് ഒരു പിറകോട്ട് പോലും ഇല്ല. ഞങ്ങൾ കോഴിക്കോട്ട് സ്റ്റേഡിയം കൊണ്ടുവരുമെന്ന് നേരത്തെ തീരുമാനിച്ചാണ്, നേരത്തെ അത് പ്രഖ്യാപിച്ചാണ്. അത് നടപ്പിലാക്കും. അത് എന്ത് തലത്തിലുള്ള അള്ളുവെക്കൽ ആര് നടത്തിയാലും നടപ്പിലാക്കും. ഇതിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ എല്ലാവരും ഒന്നിക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു നാട്ടിലൊരു സ്റ്റേഡിയം വരുന്ന കാര്യത്തിൽ ഇവിടുത്തെ MP UDF സ്ഥാനാർത്ഥി ഒരുമിച്ചൊക്കെയല്ല ചെയ്യേണ്ടത്. അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒന്നിക്കേണ്ട വിഷയമാണ്. അതിലൊക്കെ ഇങ്ങനെ കേവലം തെരഞ്ഞെടുപ്പിൽ ഒരു വിവാദം സൃഷ്ടിക്കുക എന്നുള്ള ശ്രമം നടത്തുന്ന രീതി, ആ രീതി ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റുന്നതല്ല. അവിടെ പ്രഖ്യാപിച്ച 1300 കോടി രൂപയുടെ സിറ്റി ഇംപ്രൂവ്മെന്റ് പദ്ധതി നേരത്തെ പരസ്യപ്പെടുത്തിയ കാര്യമാണ്. കോഴിക്കോട് നഗരത്തിൽ ആ റോഡുകളൊക്കെ വന്നു കഴിഞ്ഞാലുള്ള മാറ്റം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇതൊക്കെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച കാര്യമാണ്. അത് ഇനി തെരഞ്ഞെടുപ്പിൽ ഓരോ ദിവസവും ഞങ്ങൾ നടത്തിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. സർക്കാർ ചെയ്ത കാര്യങ്ങൾ ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതിൽ നോട്ടീസ് കിട്ടുകയാണെങ്കിൽ കൃത്യമായി ഇതിനകത്തുള്ള നിലപാട് വ്യക്തമാക്കി മറുപടി. സ്റ്റേഡിയം പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞില്ല നേരത്തെ തന്നെ, അതിന്റെ എന്തെങ്കിലും നടപടികളിലേക്ക് കടന്നതാണോ? സ്റ്റേഡിയത്തിനുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ നടത്തിക്കഴിഞ്ഞു. അതിന് മറ്റ് അലോട്ട്മെന്റുകൾ നടത്തിക്കഴിഞ്ഞു. സർക്കാർ എന്നുള്ളതിൽ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഞങ്ങളുടെ ഇടപെടലിൽ യോഗത്തിന് ശേഷം മന്ത്രി തന്നെ വീണ്ടും പ്രഖ്യാപിച്ചു, വീണ്ടും കാര്യങ്ങൾ വിശദീകരിച്ചു. നവംബർ മാസം 9, 2023 മന്ത്രി ശ്രീ V. അബ്ദുറഹ്മാൻ തിരുവനന്തപുരത്ത് വെച്ച് കോഴിക്കോട്ട് സ്റ്റേഡിയം വരുന്നതിനെക്കുറിച്ചും മറ്റും പ്രഖ്യാപിച്ചതാണ്. അന്ന് എല്ലാ പത്രത്തിലും വാർത്ത വന്നതാണ്. കോഴിക്കോട് ജില്ലയിലെയും ചില പത്രങ്ങളിൽ അത് വാർത്തയായിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കിയത് പിന്നിൽ താല്പര്യം എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ കോഴിക്കോട് ഇങ്ങനെ നടക്കുന്ന പ്രഖ്യാപനങ്ങളും വികസനങ്ങളും ഒക്കെ ഒന്ന് മനസ്സിലാക്കാനെങ്കിലും MP തയ്യാറാവണം. വെറും വികസനം മുടക്കാൻ മാത്രമായി നടക്കാൻ വേണ്ടി പാടില്ല UDF. അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചെയ്യാം. നമ്മൾ ഗവൺമെന്റ് എന്നുള്ള നിലയിൽ കാര്യങ്ങൾ തീരുമാനിച്ച് പ്രഖ്യാപിച്ചാണ്. അത് അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ യോഗം എന്നുള്ള നിലയിൽ നമ്മൾ ആലോചിച്ച് മുന്നോട്ട് പോകുന്നു. അല്ല, അത് സ്ഥാനാർത്ഥി തന്നെ ഇന്നലെ വിശദീകരിച്ച് കഴിഞ്ഞ കാര്യമാണ്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട, അവിടെ മുന്നിലിരിക്കുന്ന എല്ലാവരും മൊബൈലിൽ ഇത് പകർത്തുക, പ്രസംഗം പകർത്തുക. മുമ്പിലിരിക്കുന്ന എല്ലാവരും പ്രസംഗം പകർത്തുക. നിങ്ങൾക്കൊക്കെ പ്രസംഗം പരിശോധിക്കാമല്ലോ. അപ്പോൾ എന്തെങ്കിലും പറയാൻ പറ്റാത്ത കാര്യമൊന്നുമല്ലല്ലോ നമ്മളാരും പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റാത്ത കാര്യം പറയുന്നവരുമല്ല നമ്മൾ. ഇതൊക്കെ സുതാര്യമായിട്ടാണല്ലോ പറയുന്നത്. അതിലെല്ലാവരും ഉണ്ടല്ലോ. അതിൽ പങ്കെടുത്തവരെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗമല്ല, സ്പോർട്സ് മേഖലയിലുള്ള വിവിധ മേഖലകളിലുള്ളവരാണ്.
ഇപ്പം എല്ലാവർക്കും അറിയാലോ എന്തൊക്കെയാണ് പറഞ്ഞെന്നുള്ളത്. അവിടെ പറഞ്ഞൊരു കാര്യം ഈ സ്റ്റേഡിയത്തിൻ്റെ കാര്യമാണ്. അവിടെ പറഞ്ഞൊരു മറ്റേ കാര്യം പശ്ചാത്തല വികസനവുമായി ബന്ധപ്പെട്ടാണ്, കോഴിക്കോട്ടെ റോഡിൻ്റെ കാര്യമാണ്. മന്ത്രി മുഹമ്മദ് റിയാസാണ് മാധ്യമങ്ങളെ കണ്ടത്. വികസനം ഇനിയും എണ്ണിപ്പറഞ്ഞുകൊണ്ട് പറയും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം കോഴിക്കോട് സ്റ്റേഡിയം വരുന്നതുമായി ബന്ധപ്പെട്ടും അദ്ദേഹം പ്രതികരണം നടത്തി.